രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ലൈംഗിക ആരോപണം ഉയർന്നിട്ട് ഇന്ന് കൃത്യം ഒരു മാസം തികയുകയാണ്. ആരോപണം വന്നതിന് തൊട്ടു പിന്നാലെ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷ പദവി അടക്കം രാഹുൽ മാങ്കൂട്ടത്തിൽ രാജിവെച്ചിരുന്നു. രാഹുലിനെതിരെ ശക്തമായ ആരോപണം ഉന്നയിച്ചവർ ഇപ്പോൾ കേസിൽ നിന്ന് പിന്മാറിയിരിക്കുകയാണ്. മാസം 1 കഴിഞ്ഞിട്ടും ഒരു കുറ്റപത്രം പോലും രാഹുലിനെതിരെ തയ്യാറാക്കാൻ അന്വേഷണ സംഘത്തിന് സാധിച്ചിട്ടില്ല. റിപ്പോർട്ടർ ടിവിയാണ് ഇക്കാര്യത്തിൽ ഇപ്പോൾ പോലീസിനെ സഹായിക്കുന്നത്. രാഹുലിനെ ഉടൻ അറസ്റ്റ് ചെയ്യുമെന്ന് ഒരു മാസത്തിന് മുമ്പ് തന്നെ റിപ്പോർട്ടർ ടിവി വാർത്ത നൽകിയതാണ്. എന്നിട്ട് എന്തായി എന്ന ചോദ്യം ഇപ്പോൾ റിപ്പോർട്ടർ ടിവിയുടെ സമൂഹ മാധ്യമങ്ങളിലൂടെ ചോദിക്കുന്നുണ്ട്. ക്രൈംബ്രാഞ്ചാണ് ഇപ്പോൾ കേസ് അന്വേഷിക്കുന്നത്. പരാതിക്കാരികൾ പൂർണ്ണമായും പിന്മാറിയതോടെ ഡിജിറ്റൽ തെളിവുകൾ തേടിയുള്ള യാത്രയിലാണ് ക്രൈംബ്രാഞ്ച് നിൽക്കുന്നത്. രാഹുൽ മാങ്കൂട്ടത്തിലുമായി ഗർഭചിത്രത്തിന് ഇരയായ മാധ്യമപ്രവർത്തകർ നടത്തിയ ചാറ്റ് ടെലഗ്രാമിൽ നിന്ന് കണ്ടെത്താനുള്ള നീക്കമാണ് ക്രൈംബ്രാഞ്ച് നടത്തിയിരിക്കുന്നത്. ഈ നീക്കം ഫലം കണ്ടുവെന്ന് റിപ്പോർട്ടർ ചാനൽ പറയുന്നുണ്ട്. ചാറ്റുകൾ ഒന്നൊന്നായി കണ്ടെത്തിയെന്നാണ് വാർത്ത നൽകുന്നത്. കഴിഞ്ഞ മാസവും ഇതേ രീതിയിലാണ് റിപ്പോർട്ടർ ടിവി വാർത്ത നൽകിയത്. ഇതാ നാളെ തന്നെ രാഹുലിനെ അറസ്റ്റ് ചെയ്യുമെന്നും MLA സ്ഥാനം രാജിവെക്കുമെന്നും റിപ്പോർട്ടർ ഒരു മാസം മുമ്പ് വാർത്ത നൽകിയിരുന്നു. അവിടെ നിന്ന് 1 ഇഞ്ച് പോലും മുന്നോട്ട് പോകാൻ അന്വേഷണ സംഘത്തിനോ റിപ്പോർട്ടർ ചാനലിനോ സാധിച്ചിട്ടില്ല. എന്നിട്ടും ബ്രേക്കിംഗ് വാർത്തകൾ നൽകിക്കൊണ്ടിരിക്കുകയാണ് റിപ്പോർട്ടർ ടിവി. ടെലഗ്രാം ചാറ്റുകൾ വീണ്ടെടുത്തു എന്ന് റിപ്പോർട്ടർ വാർത്ത നൽകുമ്പോൾ അന്വേഷണ സംഘത്തിൽ നിന്ന് ഇതുവരെ ഇതിനെ സാധൂകരിക്കുന്ന രീതിയിൽ വിവരങ്ങൾ മാധ്യമങ്ങളുമായി പങ്കുവെക്കുന്നില്ല. നേരത്തെ രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ ലൈംഗികാരോപണ കേസിൽ നടി റിനിയെ പരാതിക്കാരിയാക്കാനാവില്ലെന്ന് നിയമോപദേശം സർക്കാരിന് ലഭിച്ചതോടെയാണ് കളികൾ കൈവിട്ടത്. ഇതിന് പിന്നാലെയാണ് ഡിജിറ്റൽ തെളിവുകളിലൂടെ രാഹുലിനെ കൊടുക്കാനുള്ള നീക്കം ക്രൈംബ്രാഞ്ച് തുടങ്ങിയത്. നിയമ നടപടിക്ക് താൽപര്യമില്ലാത്തതിനാൽ റിനിയെ സാക്ഷിയാക്കുകയും അതിനുശേഷം ഈ തെളിവുകൾ കോടതിക്ക് മുന്നിൽ ഇടാനും ലക്ഷ്യം വെക്കുന്നുണ്ട്. അന്വേഷണ സംഘത്തിന് കൈമാറിയ തെളിവുകൾ ദുർബലമാണെന്നും കേസ് കോടതിയിൽ നിലനിൽക്കില്ലെന്നും നിയമോപദേശത്തിൽ പറഞ്ഞതോടെയാണ് ടെലഗ്രാമിന് പിന്നാലെ അന്വേഷണ സംഘം പാഞ്ഞത്. നേരത്തെ മാങ്കൂട്ടത്തിലിനെ പൂട്ടാൻ തെളിവുകളും തേടി ഇറങ്ങിയ പോലീസിനോട് പോയി പണി നോക്കാനാണ് ആദ്യം ആരോപണം ഉന്നയിച്ച 2 യുവതികൾ പറഞ്ഞത്. ഒരു യുവനേതാവിനെ പൂട്ടുന്നതിന് വേണ്ടി, രാഷ്ട്രീയമായ വൈരാഗ്യം തീർക്കുന്നതിന് വേണ്ടി ബലിയാടാകാൻ ഇല്ല എന്ന് 2 യുവതികളും കട്ടായം പറഞ്ഞതോടെ കേസ് തള്ളിപ്പോകുമെന്ന കാര്യത്തിൽ ആർക്കും തർക്കമില്ല. രാഹുൽ മാങ്കൂട്ടത്തിലിനെ ഇപ്പോൾ തന്നെ പുറത്താക്കുമെന്ന രീതിയിൽ വാർത്തകൾ പടച്ചുവിട്ട ചില ഇടതുപക്ഷ താൽപര്യ മാധ്യമങ്ങളും ഇതോടെ കളം വിട്ടിരിക്കുകയാണ്. എന്നിട്ട് റിപ്പോർട്ടർ ചാനൽ കേസിന് പിന്നാലെ കള്ളക്കഥകൾ മെനഞ്ഞ് ബ്രേക്കിംഗ് വാർത്തകൾ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുകയാണ്. മുഖ്യമന്ത്രി പിണറായി വിജയന്റെ നിർദ്ദേശപ്രകാരം ക്രൈംബ്രാഞ്ച് 2 യുവതികളെയും അവിടെ പോയി കണ്ട് മൊഴിയെടുക്കുകയായിരുന്നു. ഇതിനു പുറമെയാണ് കേസിൽ നടി റിനിയെ ഉപയോഗിച്ച് മാങ്കൂട്ടത്തിലിന് ഒന്നും ചെയ്യാൻ സാധിക്കില്ലെന്ന് നിയമോപദേശം സർക്കാരിന് ലഭിച്ചിരിക്കുന്നത്. 2 യുവതികൾക്ക് പുറമെ നടി കൂടി പിന്മാറിയതോടെ രാഹുൽ മാങ്കൂട്ടത്തിൽ സ്വതന്ത്രനായിരിക്കുകയാണെന്നും പറയാൻ സാധിക്കും. ഗർഭചിത്രം നടത്തിയ യുവതികൾ മൊഴി നൽകാൻ വിസമ്മതിച്ചതോടെ ക്രൈംബ്രാഞ്ച് സംഘത്തിന്റെ അന്വേഷണം പ്രതിസന്ധിയിലായിരിക്കുകയാണ്.